السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. സുഖമല്ലേ സന്തോഷമല്ലേ എന്ന് ചോദിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയധികം വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകെ ചടപ്പിക്കുകയാണ്. മനുഷ്യന്മാരെ ആകെ എന്താ പറയുക, ഭയങ്കര ഒരു ബേജാറാക്കുന്ന വർത്തമാനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ വർത്തമാനകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തുറന്നു കഴിഞ്ഞാൽ കുത്തി കൊന്നു, നിലവിളിച്ചു, ഓടിപ്പോയി, പെട്രോൾ ഒഴിച്ചു. എന്ത് കാലാണിത്? എന്താണ് ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് കഴിയുന്ന രൂപത്തിലൊരു വിശകലനം നടത്തുക എന്നതാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, പ്രത്യേകിച്ച് ഉമ്മമാരെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 3 ഘട്ടത്തിലൂടെയാണ് ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഒരു രക്ഷിതാവ് 3 ഘട്ടമാണ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 1 വയസ്സ് മുതൽ, കുട്ടി ജനിച്ചിടം മുതൽ 7 വയസ്സ് വരെയുള്ള സമയം. 2 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള സമയം. 3 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള സമയം. ഈ 3 സമയവും നമ്മൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ അൽഹംദുലില്ലാഹ് ഏറ്റവും നല്ല സുന്ദരമായ ഒരു വിഭാഗമായിട്ട് നല്ല മക്കളായിട്ട് നമുക്ക് വളർത്താൻ കഴിയും. അപ്പോൾ 1ാമത്തെ ഘട്ടത്തിൽ തന്നെ ഈ 3 ഘട്ടവും 3 വ്യത്യസ്തമായ വലിയ ഘട്ടങ്ങളാണ്. 3 വ്യത്യസ്തങ്ങളായ വലിയ ഘട്ടങ്ങളാണ്. ഈ 3 ഘട്ടവും പരസ്പരം ഒരു ബന്ധവുമില്ലാത്ത ഘട്ടങ്ങളാണ്. 1ാമത്തത് ആദ്യത്തെ 7 വയസ്സ്, 2ാമത്തത് 14ാമത്തെ വയസ്സ്, 3ാമത്തത് 21ാമത്തെ വയസ്സ്. ഈ 3 ഏഴുകളാണ്. ആദ്യത്തെ 7, 2ാമത്തെ 7, 3ാമത്തെ 7. ഈ 3 ഏഴുകളെ കുറിച്ച് കൃത്യമായി നാം മനസ്സിലാക്കിയില്ലെങ്കിൽ പണി പശുവും പാല് കിട്ടും. ഉറപ്പായി, യാതൊരു സംശയമില്ല. ഉറപ്പാണ്, യാതൊരു സംശയമില്ല, നമുക്ക് പണി കിട്ടിയിരിക്കും. ഒന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. ഇവിടെ പലരും പറയും അടിക്കരുത്, തല്ലരുത്. ഇപ്പം കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വടി തിരിച്ചു കൊടുക്കൂ. തീർച്ചയായിട്ടും വടിയെടുക്കണം. വടിയെടുക്കേണ്ട സാഹചര്യത്തിൽ വടിയെടുക്കുക തന്നെ വേണം. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയുടെ സംസ്കാരത്തെ രൂപപ്പെടുത്താൻ വേണ്ടി ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച അവസാന പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. നബിയെ, ആദ്യത്തെ 2 കാര്യങ്ങൾ വളരെ ഷാഹിദൻ വമുബശ്ശിർ. ഒന്ന്, നബിയെ അങ്ങ് അവരുടെ കാര്യങ്ങൾ കാണുന്നുണ്ട്. ആദ്യം അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കണം കേട്ടോ. ആദ്യം അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കണം. വലിയ സന്തോഷങ്ങളെ അറിയിക്കാവൂ. പിന്നെ അതിൽ നിൽക്കുന്നില്ലേ, ഇൻദാറ് കൊടുക്കണം, ഭയപ്പെടുത്തണം. ഇങ്ങനെയാണ് നമ്മൾ മക്കളെ വളർത്തേണ്ടത്. മക്കളെ ശകാരിക്കരുത് എന്നൊരു ഇസ്ലാമും പറയുന്നില്ല, ഒരു ജേർണലിസ്റ്റും പറയുന്നില്ല, ഒരു സൈക്കോളജിസ്റ്റും പറയുന്നില്ല, ഒരു കുന്ത്രാണ്ടവും പറയുന്നില്ല. ശകാരിക്കേണ്ടടുത്ത് ശകാരിക്കണം, വടിയെടുക്കേണ്ടടുത്ത് വടിയെടുക്കണം. പക്ഷേ കൃത്യമായി നാം നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം. ഞാൻ ആദ്യത്തെ 7 വയസ്സുള്ള, ജനിച്ചിടം മുതൽ 7 വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2ാമത്തെ 7 to 14 എങ്ങനെ, അത് കഴിഞ്ഞതിന് ശേഷം 14 to 21 എങ്ങനെ, സമയമുണ്ടെങ്കിൽ നമുക്ക് പൂർത്തീകരിക്കാം. ആദ്യം 7 വയസ്സുള്ള കുട്ടിയോട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്? അതിനു മുമ്പ് നമ്മൾ പല പ്രാവശ്യം പല പാട്ടുകളിലൂടെ നാം കേട്ടിട്ടുള്ള ഒരു പ്രവാചക വചനമാണ് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അല്ലേ? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മയുടെ കാലിന്റെ അടിയിലാണ് സുവർഗമുള്ളത് എന്ന് എല്ലാവരും ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു. ഇതിന്റെ അർത്ഥം എന്താ ഉമ്മമാരെ?
എന്താണ് ഇതിന്റെ അർത്ഥം? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. എല്ലാരും ഒരു പാട്ടൊന്ന് പാടിയേ. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളീൻ, ഉദിമതിയാം മുത്ത് മുഹമ്മദ് പൂമൊഴിയുള്ളിലുറച്ചോളീൻ. നമ്മളിത് കുട്ടികൾക്ക് പാടിക്കൊടുക്കുക, എന്നിട്ട് പേടിപ്പിക്കുക. ഉമ്മാന്റെ കാലിന്റെ അടിയിലെ സ്വർഗം കേട്ടോ, ഉമ്മാന്റെ കാലിന്റെ അടിയിലെ സ്വർഗം, ഉമ്മായ അനുസരിച്ചോളണം. ഉമ്മ അത് കുട്ടികളോടുള്ള കൽപ്പനയാണെങ്കിൽ അത് ഉമ്മമാരോടും കൂടിയിട്ടുള്ള കൽപ്പനയാണ് കേട്ടോ. അത് ഉമ്മമാരോടും കൂടിയിട്ടുള്ള കൽപ്പനയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഉമ്മ നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ് സുവർഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടി സുവർഗത്തിൽ എത്തുന്നത് നിങ്ങളുടെ തൊട്ട് താഴെയായിരിക്കും. ഒന്നാമത്തെ അർത്ഥം. അഥവാ നിങ്ങൾ സ്വർഗമായിരിക്കണം, നിങ്ങൾ സ്വർഗമായിരിക്കണം. കുട്ടിക്ക് ഫീൽ ചെയ്യണം, സ്വർഗം ഫീൽ ചെയ്യണം ഉമ്മയിൽ നിന്ന്. ഞാൻ ഇവിടെ സമകാലികമായ ഒരു കാര്യം ഞാൻ ചേർത്ത് പറയട്ടെ. ഒരുപാട് നമ്മുടെ ഈ പ്രദേശത്ത് ലഹരിക്ക് അടിമപ്പെട്ട ഒരുപാട് കുട്ടികളോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട്. ആ കുട്ടികളോടൊപ്പം അൽഹംദുലില്ലാഹ് ഈ വേഷത്തിൽ തന്നെ പോയിട്ടുണ്ട്. ആ കുട്ടികളുടെ റൂമിൽ പോയി ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് നിസ്കാര സമയമായപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഉസ്താദ് ഇവിടുന്ന് നിസ്കരിക്കണ്ട, ഇവിടൊക്കെയും നെജിസാണ്, ഇവിടൊക്കെയും നെജിസാണ്. വേറൊരു സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടുപോയി, ഞങ്ങൾ നല്ല വൃത്തിയുള്ളൊരു സ്ഥലം എനിക്ക് ഒരുക്കി തന്നു. ആ കുട്ടികളോട് ഞാൻ ചോദിച്ചു, ഇത്രയും ബോധമുണ്ടല്ലോ മക്കൾക്ക്, പിന്നെ എന്തിനാണ് ഈ കഞ്ചാവ് അടിക്കുന്നത്? ആ മക്കൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഓരോ ഉമ്മമാരും കരുതിയിരിക്കണം, ഓരോ ഉപ്പമാരും കരുതിയിരിക്കണം. ആ വാക്ക് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച വാക്കാണത്. ഉസ്താദെ എന്തിനാണ് ഞങ്ങൾ ഈ കഞ്ചാവ് അടിക്കുന്നതെന്നറിയോ? ഇത് വലിച്ചു കയറ്റുന്നത് ശരിയല്ല എന്നറിയാം ഉസ്താദെ. പക്ഷേ വീട്ടിലേക്ക് ഒരു ന്യൂട്രലായിട്ട് കയറി ചെന്ന ഒരു പ്രശ്നമില്ല. അവർ പറഞ്ഞ വാക്കാണ്. നമ്മൾ വീട്ടിലോട്ടൊരു ന്യൂട്രലായിട്ടാണല്ലോ കയറി ചെല്ലുന്നത്. ഉമ്മ പറയുന്ന കിരികിരി കേൾക്കണ്ട, വാപ്പ പറയുന്ന കിരികിരി കേൾക്കണ്ട, സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങാം. നല്ല ബോധത്തോടാണ് പോകുന്നതെങ്കിൽ കിക്കിരി ആക്കിയിട്ട് തല വെടക്കാക്കി കളയും. ഇവിടെയാണ് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മമാരെ, സുവർഗം, നിങ്ങളുടെ കുട്ടിയുടെ സ്വർഗം നിങ്ങളാണ്. നിങ്ങളുടെ കുട്ടിയുടെ സ്വർഗം നിങ്ങളാണ്, മറക്കരുത്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. ഇനിയൊന്ന് പാടി നോക്ക് നിങ്ങൾ. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളീൻ. ഇത് മക്കൾക്കുള്ളതാണോ എനിക്കുള്ളതാണോ? എനിക്കും മക്കളുണ്ട്. ഉമ്മാക്ക് മാത്രമല്ല, വാപ്പമാരോടും കൂടിയിട്ടാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഏറ്റവും നല്ല മഹത്വമുള്ള പരിശുദ്ധിയുള്ള മനസ്സുമായിട്ടാണ്, സ്വഭാവവുമായിട്ടാണ് ലോകത്ത് ഓരോ കുഞ്ഞുമക്കളും ജനിച്ചു വീഴുന്നത്. അവരുടെ രക്ഷകർത്താക്കളാണ് അവരെ മോശക്കാരാക്കുന്നത്. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കാൻ. എങ്ങനെ? ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. എങ്ങനെ? നാം പണ്ട് മുതലേ പറഞ്ഞു വരുന്നൊരു കാര്യമുണ്ട്. ലോകത്തില് ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ സുന്ദരമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മേഖല ഏതാണെന്നറിയോ? ഡേഞ്ചറായ ഒരു മേഖലയുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഒരു വാഹനം ഓടിക്കാൻ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണം. കൃത്യമായി ഒരു ഇൻസ്ട്രക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം വണ്ടി ഓടിച്ച് പരിശീലിച്ച് അത് പരിശോധന നടത്തിയതിനു ശേഷമേ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനുള്ള അനുവാദം നിങ്ങൾക്ക് ഇന്ത്യൻ ഗവൺമെന്റ് തരുള്ളൂ. ശരിയോ തെറ്റോ? 1. 2, നിങ്ങളുടെ മക്കളെ പരിശീലിപ്പിക്കുന്നത്, കറി വെക്കാൻ നിങ്ങൾ പരിശീലിപ്പിക്കുന്നത് കൂടെ നിർത്തിയിട്ടല്ലേ പരിശീലിപ്പിക്കുന്നത്? അല്ലേ? എന്ന് വേണ്ട, ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങൾക്കും പരിശീലനം നിർബന്ധമാണ്. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ,
ഉമ്മയാകാൻ, വാപ്പയാകാൻ നമുക്കെന്ത് പരിശീലനമാണുള്ളത്? നമുക്കെന്ത് പരിശീലനമാണുള്ളത്? ഇല്ലല്ലോ, ഇല്ല. നമുക്കൊരു പരിശീലനവും ഇല്ല. ഉമ്മയാകാൻ പ്രത്യേക കോഴ്സ് ഉണ്ടോ? അല്ലെങ്കിൽ ഉമ്മയായി കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നിടത്ത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ വരുത്താൻ നാം എവിടെയെങ്കിലും അന്വേഷിക്കാറുണ്ടോ? ഇല്ല. എന്ന് മാത്രമല്ല, ഇന്ന രൂപത്തിലൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്താൽ തിരിച്ചു പറയുന്ന കാര്യം എന്താണെന്നറിയോ? അതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങളെ പഠിപ്പിക്കണ്ട, ഞങ്ങൾക്കറിയാം അതൊക്കെ. കുട്ടിയുടെ പരാതി വന്ന് പറഞ്ഞാൽ ഒരു ഉമ്മ എന്താ പറയാ? എൻ്റെ മോൻ അങ്ങനൊന്നും ചെയ്യൂല, എൻ്റെ മോൻ അങ്ങനെ ചെയ്യേയില്ല. നിങ്ങൾക്ക് തെറ്റുപറ്റിയതായിരിക്കും. പിന്നെ കുറ്റം പറഞ്ഞ ആളെ കണ്ണെടുത്താൽ കണ്ടൂടാ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നാം മക്കളെ രൂപപ്പെടുത്തുന്നതിന് മുമ്പ്, പരുവപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ പരുവപ്പെടണം. ഞാൻ കുട്ടികളോടായിട്ട് പറയുന്നതല്ല, കൃത്യമായി എൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ, മാതാപിതാക്കളുടെ ഭാഗത്ത് ശരിയുണ്ടോ എന്നാൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് പറയാം. അതല്ല, മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് മാറ്റം വരുത്തേണ്ടതുണ്ടോ? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മ, നിങ്ങളുടെ കുട്ടിയുടെ സുവർഗം നിങ്ങളാണ്. കുട്ടിയെ സ്വർഗത്തിലേക്കുള്ള വഴിയല്ല കാണിച്ചു കൊടുക്കേണ്ടത്, കുട്ടിയെ സുവർഗത്തിലേക്കുള്ള വഴിയല്ല കാണിച്ചു കൊടുക്കേണ്ടത്. ആ കുട്ടിയോടൊപ്പം സ്വർഗത്തിലേക്ക് സഞ്ചരിച്ച് ആ കുട്ടിയുടെ സ്വർഗത്തിന്റെ സ്ഥാനം കാണിച്ചു കൊടുക്കേണ്ടത് ഉമ്മ നിങ്ങളാണ്. ഉത്തരവാദിത്വം ചെറുതല്ല. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ, ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, അവര് ഒരു പിടി മണ്ണുമായി ഉപ്പയുടെ അടുക്കലെത്തിയിട്ട് ഉപ്പായോട് പറയാണ്, ഉപ്പ, എൻ്റെ കയ്യിൽ സ്വർഗത്തിന്റെ മണ്ണുണ്ട്. ഇപ്പൊ ചോദിച്ചു, മോനെ ഇത് എവിടുന്ന് കിട്ടി? എൻ്റെ ഉമ്മ ചവിട്ടി നിന്ന സ്ഥലത്തെ മണ്ണാണ് ഉപ്പ ഇത് എന്ന് പറഞ്ഞ് മുഖത്തേട്ട് ചേർത്ത് വെച്ച് മുത്തിയ മഹാന്മാരായ പണ്ഡിത വരേണ്യന്മാർ, സ്വാലിഹീങ്ങൾ, കടന്നുപോയ മതത്തിന്റെ ഉന്നതമായ അനുയായികളാണ് നമ്മൾ. നമുക്കെന്ത് പറ്റി? നമ്മൾ എവിടെയാണ് തിരുത്തേണ്ടത്? പ്രിയപ്പെട്ട ഉമ്മമാരെ, തീർച്ചയായിട്ടും നാം തിരുത്തേണ്ടതുണ്ട്. വളർന്നു കഴിഞ്ഞതിന് ശേഷമല്ല നാം വളമിടേണ്ടത്, ചെറുപ്പത്തിൽ തന്നെ വളമിടണം. ഇനി വളർന്നു കഴിഞ്ഞാൽ എങ്ങനെ അവരോട് എല്ലാം സംഭവിച്ചു പോയി, വളർന്നു കഴിഞ്ഞാൽ എങ്ങനെ 14 to 21 വയസ്സുള്ള മക്കളാണോ ഇന്ന് ഏറ്റവും കൂടുതലും വയലൻസ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? ആ കുട്ടികളോട് എങ്ങനെ പെരുമാറണം കൃത്യമായിട്ടുണ്ട്, പറഞ്ഞു തരാം. അതിനു മുമ്പ് കൃത്യമായി കുട്ടികളിലെ ശീലങ്ങൾ, കുട്ടികളിലെ വാശികൾ, കുട്ടികളിലെ ദേഷ്യങ്ങൾ രൂപപ്പെടുന്നത് 7 മുതൽ 14 വയസ്സ് വരെയുള്ള സമയത്താ. അവര് കൃത്യമായിട്ടൊന്ന് കേട്ടുനോക്കൂ. സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മുറുസ്സബിയ ബിസ്സലാ ഇദാ ബലഅ 7 സിനീൻ. 7 വയസ്സായാൽ നിങ്ങൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, അഥവാ നല്ല ശീലങ്ങൾ കൊണ്ട് നിങ്ങൾ കൽപ്പിച്ചു തുടങ്ങണം. 10 വയസ്സായാൽ ആ ശീലങ്ങളിലേക്ക് കുട്ടി എത്തിയില്ലെങ്കിൽ അടിക്കണം. അല്ലേ? അടിക്കണമെന്ന് പറയുമ്പോ ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും അടിക്കണം ഉസ്താദ്, അങ്ങനെ തന്നെ അടിക്കണം എന്നൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഒരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ, 7ാമത്തെ വയസ്സ് മുതൽ ആ കുട്ടിയുടെ ഉള്ളിൽ നാം ഏതൊക്കെ നല്ല ശീലങ്ങളാണോ ആ കുട്ടിയിൽ ഉണ്ടാവേണ്ടത്, ആ ശീലങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. എത്ര പ്രാവശ്യം
ഒരു ഉദാഹരണത്തിന് നിസ്കാരം എടുക്കുക. ആ നിസ്കാരം നമ്മൾ എത്ര പ്രാവശ്യമാണ് പറയേണ്ടത്? ഒരു കുട്ടിയോട് എത്ര പ്രാവശ്യം പറയണം? ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയോ? പോരാ. പിന്നെ എത്ര പ്രാവശ്യം പറയണം? ദിവസവും 5 പ്രാവശ്യം പറയണം. എത്ര ദിവസം പറയണം? ഒരു ദിവസം പറഞ്ഞാൽ മതിയോ? പറ്റൂല. 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള 3 വർഷക്കാലയളവ് ഓരോ ദിവസവും 5 പ്രാവശ്യം വെച്ച് ആ കുട്ടിയോട് സ്നേഹത്തിന്റെ ഭാഷയിൽ മിഠായി കൊടുത്ത്, പായസം കൊടുത്ത് കുട്ടിയോട് പറയണം, മോനെ ഇന്ന് എന്റെ ചെല്ലക്കുട്ടിയല്ലേ, എന്റെ ചെല്ലക്കുട്ടി നിസ്കരിച്ചോ എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് മിഠായി കൊടുക്കണം. 7 വയസ്സിന്റെയും 10 വയസ്സിന്റെ ഇടയിൽ. അഥവാ 5475 പ്രാവശ്യം ആ കുട്ടിയോട് നന്മ കൊണ്ട് കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ 7 വയസ്സ് മുതൽ നിങ്ങൾ നന്മ കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. മിഠായിയുടെ ഭാഷയിൽ, പായസത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ, സമ്മാനങ്ങളുടെ ഭാഷയിൽ നന്മ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം 10 വയസ്സ് വരെ. 10 വയസ്സ് കഴിഞ്ഞിട്ട് അഥവാ 5475 പ്രാവശ്യം ആ കുട്ടിയോട് സ്നേഹ ഭാഷയിൽ സംസാരിച്ചിട്ട് ആ കുട്ടി ചെയ്യുന്നില്ലേ, നിങ്ങൾ അടിക്കണം. ഇന്നത്തെ ഉമ്മമാർക്ക് അടി എന്താണെന്ന് അറിയില്ല. ചിലപ്പോ ഇതൊക്കെ കേട്ടിട്ട് 10 വയസ്സായാൽ അടിക്കണ്ടേ എന്ന് പറഞ്ഞ അപ്പൊ തന്നെ വടിയെടുത്തോണ്ട് ഓടും. പറ്റൂല. ആർക്കാണ് അടിക്കാനുള്ള അർഹത? ആർക്കാണ്? ഈ കുട്ടിയോട് 7 വയസ്സ് മുതൽ സ്നേഹഭാഷയിൽ നന്മ വിതരണം ചെയ്തവർക്ക് മാത്രമേ അടിക്കാനുള്ള അർഹതയുള്ളൂ. അല്ലാത്തവർക്ക് വടിയെടുക്കാൻ പറ്റൂല. നിങ്ങൾ നിങ്ങളുടെ കടമ നിർവഹിക്കണം. സുബഹിക്ക് വിളിച്ചുണർത്തണം. നമ്മൾ സുബഹിക്ക് മക്കൾ ഉണർത്താറുണ്ടോ? ഇല്ല, ഉണർത്താറില്ല. കുട്ടി കിടന്ന് ഉറങ്ങട്ടെ എന്ന ചിന്തയാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളാണ് തെറ്റുകാർ. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ആ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ തട്ടം ചുറ്റുന്നിടത്ത് മാത്രല്ല, കുട്ടിയുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പടച്ച റബ്ബിനോടുള്ള സ്നേഹം ഇട്ടുകൊടുക്കൂ. നിങ്ങൾ പടച്ച റബ്ബിനോടുള്ള ഇഷ്ടം ഇട്ടുകൊടുക്കൂ. കുട്ടി നന്നാകും. അള്ളാഹുവിനോടുള്ള ഇഷ്ടമില്ല, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊടുക്കണം. അതെങ്ങനെയാണ്? നാം ചെറുപ്പത്തിൽ തന്നെ പറയുന്നത് അള്ളാഹു അടിക്കും, അള്ളാഹു ശിക്ഷിക്കും എന്ന് പറഞ്ഞാണ് നമ്മൾ വളർത്തുന്നത്. പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ. നബിയെ, അങ്ങയുടെ സ്വഭാവത്തിന്റെ ആദ്യ പാതി മുബശ്ശിറൻ, അങ്ങ് സുന്ദരമായ സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ ഇന്ദാറ് പാടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അള്ളാഹുവിന്റെ ഭയാനകതയെ കുറിച്ച് പറയാൻ പാടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഉപ്പമാർക്ക് വേണ്ടി ദുആ എന്നാലുള്ള കൂലി പറയണം. ഉമ്മമാർക്ക് വേണ്ടി ദുആ എന്നാലുള്ള കൂലി പഠിപ്പിച്ചു കൊടുക്കണം, ശീലിപ്പിക്കണം 7ാമത്തെ വയസ്സ് മുതൽ. പ്രിയപ്പെട്ടവരെ, സമയം കഴിഞ്ഞിട്ടില്ല. നമ്മൾ കുട്ടികളോട് സ്വഭാവത്തെ രൂപപ്പെടുത്താൻ സംസാരിക്കുന്നത് 13ാമത്തെ വയസ്സ് മുതലാ. കുട്ടി വളർന്നിട്ടുണ്ട്. നാം പലപ്പോഴും തിരിച്ചറിയുന്നത് എന്റെ കുട്ടി വളർന്നിട്ടുണ്ടല്ലോ എന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാണെന്നറിയോ?
കുട്ടിയുടെ കയ്യിലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടു തുടങ്ങുമ്പോഴാണ് എൻ്റെ കുട്ടി വളർന്നിട്ടുണ്ടല്ലേ എന്ന് തിരിച്ചറിയുന്നത്. ആവർത്തിച്ച് മനസ്സിലാക്കിക്കോ, തെറ്റ് കുട്ടികളുടെ ഭാഗത്ത് മാത്രമല്ല, നമ്മുടെ ഭാഗത്ത് കൂടിയുണ്ട്. അതുകൊണ്ട് ഉമ്മമാരെ, ഇന്നു മുതൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. എൻ്റെ കുട്ടിയുടെ വളർച്ച, നമ്മൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അല്ലേ? കുട്ടികളുടെ കയ്യും കാലും വളരുന്നെടുത്ത് ശാരീരിക വളർച്ചയിൽ നാം കൃത്യമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ, കുട്ടിയുടെ മാനസിക വളർച്ചയിൽ നാം എവിടെ ഇടപെടുന്നുണ്ട്? കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്ക് ആവശ്യമായ എന്ത് ക്യാപ്സൂളുകളാണ് നമ്മൾ കൊടുക്കുന്നത്? കുട്ടികളുടെ മാനസിക വൈകല്യങ്ങളെ നേരെയാക്കാൻ എന്ത് ടിപ്സുകളാണ് നമ്മുടെ കയ്യിലുള്ളത്? അറിയണ്ടേ? നമ്മൾ പഠിക്കണ്ടേ? തീർച്ചയായും നാം ആ അറിവുകളെ സ്വായത്തമാക്കിയേ മതിയാവൂ. ഫർള് ഐനാണ്, നിർബന്ധമുള്ള അറിവുകളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ കുട്ടിയിലും സ്വഭാവം രൂപപ്പെടുത്തേണ്ടത് 7ാമത്തെ വയസ്സ് മുതലാണെന്ന് മനസ്സിലാക്കുക. 7ാമത്തെ വയസ്സ് മുതലാണ് ശീലങ്ങളെ നാം നട്ട് നനച്ചു കൊണ്ടുവരേണ്ടത്. അതേസമയം നന്മ പറഞ്ഞു കൊടുക്കേണ്ടതോ 1ാമത്തെ വയസ്സ് മുതൽ നാം നന്മ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളെ അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാർട്ടൂണുകളാണ് എന്ന് മറക്കരുത്. കാർട്ടൂണുകളാണ് കുട്ടികളെ അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഗെയിമുകളാണ് കുട്ടികളെ അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ കളിക്കുന്ന ഗെയിമുകളെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. വയലൻസ് ഉണ്ടാക്കുന്ന ഗെയിമുകൾക്ക് അഡിക്റ്റ് ആണ് കുട്ടികൾ. ഫോൺ കൊടുക്കരുത്. ചെറിയ മക്കൾ കാണുന്ന കാർട്ടൂണുകൾ എന്തൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്. ഇത് കേൾക്കുന്നവരെ, സുന്ദരമായ കാർട്ടൂണുകൾക്ക് വേണ്ടിയിട്ട് നാം രംഗത്തിറങ്ങണം. ചെറിയ മക്കൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കണം. ഇന്ന് എവിടെയാണ് കഥകൾ കേൾക്കാൻ? കഥകൾ ആർക്കാ അറിയാവുന്നത്? നന്മയുള്ള കഥകൾ അറിയുന്ന എത്ര പേരുണ്ട്? ഞാൻ എൻ്റെ ഉമ്മാമ, എൻ്റെ വാപ്പുമ്മ, അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നമുക്കൊക്കെ കഥകൾ പറഞ്ഞു തന്ന് അള്ളാഹുവിനോട് ഇഷ്ടം വരുത്തിച്ചത് പ്രിയപ്പെട്ടവരായ നമ്മുടെ ഉപ്പാപ്പമാരും ഉമ്മാമമാരും അല്ലേ? എത്ര സുന്ദരമായിരുന്നു ആ കാലഘട്ടം. എനിക്കിന്നും ഇഷ്ടാണ് പാടാൻ. വമ്പുറ്റ ഹംസ റളിയല്ലാഹ് ചാടിട്ടമ്പിയ സവദിൽ മാറടാ ഫളൽ നബി മഹമൂദർ ഹൗലിന വെള്ളം കുടിക്കുന്നോനാരടാ. ഇതെനിക്ക് പഠിപ്പിച്ചത് എൻ്റെ വാപ്പുമ്മയാ. പറയാൻ അഭിമാന. മാത്രല്ല, നബി തങ്ങളുടെ സ്നേഹം പഠിപ്പിച്ചു തന്നത് എൻ്റെ വാപ്പുമ്മയാ. ഇന്ന് എവിടെയുണ്ട് കഥകൾ? ഇന്ന് ആർക്കുണ്ട് കഥകൾ? കഥകളില്ല, പറയാൻ കഥകളില്ല. വയലൻസിന്റെ ലോകം മാത്രമാണ് ഇന്നുള്ളത്. പാടില്ല. കഥകൾ പറഞ്ഞു കൊടുക്കണം. 7 വയസ്സിൽ താഴെയുള്ള മക്കളുണ്ടോ, ആ മക്കളുടെ കൂടെ കളിക്കാൻ നിങ്ങൾ തയ്യാറാവണം. 7 വയസ്സ് വരെ കുട്ടികളോട് എന്ന് പറയരുത്. കുട്ടികളെ അടിക്കാൻ വടിയെടുക്കുകയും ചെയ്യരുത്. നാം കുട്ടികളെ അടിക്കാൻ വടിയെടുക്കുന്ന എപ്പോഴാണെന്നറിയോ? 7 വയസ്സിന് മുമ്പേ. പാടില്ല. ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ടോ? 7 വയസ്സിന് മുമ്പ്, 10 വയസ്സിന് മുമ്പ് കുട്ടികളെ അടിക്കുന്നത് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഓർമ്മിച്ചോളൂ. അടിക്കണം കുട്ടികളെ 10 വയസ്സിന് ശേഷം. അടിക്കാനും നിയമമുണ്ട്. വെറുതെ വടിയെടുത്ത് അടിക്കാൻ പറ്റൂല. കൃത്യമായി ആ കുട്ടിയുടെ സ്വഭാവത്തിൽ ശീലങ്ങൾ രൂപപ്പെടുത്തുന്നിടത്ത് കൃത്യമായി ഈ ഉമ്മയും വാപ്പയും ഇടപെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അടിക്കാൻ പാടുള്ളൂ. നമുക്കിതിനൊക്കെ ഇപ്പൊ എവിടെ നേരെ ഉള്ളത്?
ഓടല്ലേ ഓടല്ലേ ഓടല്ലേ. കുട്ടികളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നിടത്ത് ഉമ്മ വാപ്പ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അനേകായിരം കാര്യങ്ങളുണ്ട്. അനേകായിരം കാര്യങ്ങളുണ്ട്. ഒരു കാര്യം കൂടി ഓർമ്മ വെച്ചോളൂ. നമുക്ക് ഒരു രാജാവിന് രാജ്യം നഷ്ടപ്പെടുന്ന വേദനയാണ് ഒരു കുട്ടിക്ക് കളിപ്പാട്ടം നഷ്ടപ്പെടുന്നത്. ഒരു രാജാവിന് രാജ്യം നഷ്ടപ്പെടുന്ന വേദനയാണ് ഒരു കുട്ടിക്ക് കളിപ്പാട്ടം നഷ്ടപ്പെടുന്നത്. ഓർമ്മ വെച്ചോളൂ നിങ്ങൾ. ചെറിയ കാര്യമല്ല. ഓരോ കുട്ടിയുടെയും മനസ്സിന്റെ ഉള്ളിലുള്ള മുറിവുകൾ ഉണങ്ങാതെ വ്രണമായി ആ വ്രണം വിശാലമായ വെറുപ്പായി മാറുന്ന ലോകത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ 1 മുതൽ 7 വയസ്സ് വരെ എങ്ങനെ, 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ എങ്ങനെ, 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ എങ്ങനെ, 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ അഡോളസൻസിന്റെ പ്രായമാണ്. ഭയങ്കര എനർജിയാണ് മക്കൾക്കുള്ളത്. ആ മക്കളോട് ശകാരിക്കാൻ പറ്റൂല. ആ ശകാരിക്കേണ്ട പ്രായവും അടിക്കേണ്ട പ്രായവും 7 to 14 ഉള്ളിലാണ്. അത് കഴിഞ്ഞാലോ കുട്ടികളുടെ തോളത്ത് കൈയിട്ട് നടക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ ഉപ്പമാരെ ഉമ്മമാരെ, നമ്മുടെ വീടുകളിലേക്ക് വന്നു നോക്കൂ. 14 വയസ്സ് കഴിഞ്ഞ മക്കളോട് നമ്മുടെ വാപ്പമാർ സംസാരിക്കുന്ന ഭാഷ എങ്ങനെയുള്ള ഭാഷയാണ്? സ്നേഹത്തോടെ സംസാരിക്കാറുണ്ടോ? അടുത്ത് വിളിച്ചിരുത്തി, വാ മോനെ, എന്റെ കുട്ടിയല്ലേ, വാ ഇവിടെ ഇരിക്കി, ഭക്ഷണം കഴിക്കി എന്ന് പറഞ്ഞ് സ്നേഹത്തോട് ആ മക്കളോട് പറയാറുണ്ടോ? സ്നേഹത്തോട് ആ മക്കളോട് പറയാറുണ്ടോ? എന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. വയലൻസുകളെ സൃഷ്ടിക്കപ്പെടുന്നത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ്. ഇപ്പൊ മാറേണ്ടതാരാ? കുട്ടികളെ മാറ്റണം, അതിന് യാതൊരു സംശയമില്ല. ഇപ്പോഴുള്ള കഞ്ചാവുകൾക്കെതിരെ, അതേപോലെ ഇപ്പോഴുള്ള തീവ്രമായ നമ്മളെ നശിപ്പിക്കുന്ന മയക്കുമരുന്നുകൾക്കെതിരെ ആരഡിക്റ്റ് ആണെങ്കിലും അതിന് മുഖം നോക്കാതെ നടപടിയെടുക്കണം. അതിന് യാതൊരു സംശയമില്ല. ഞാൻ പറയുന്നത്, ഇനി നമ്മുടെ തലമുറ ഇങ്ങനെ ആകരുത്. അതിന് നമ്മൾ മുൻകരുതലുകൾ എടുക്കണം. ഞാനിപ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളോട് നിങ്ങൾ കഥ പറഞ്ഞു തുടങ്ങണം. ഫോൺ കയ്യിൽ കൊടുക്കരുത്. കഥ പറഞ്ഞു തുടങ്ങണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, കഥകൾ അറിയില്ലേ? കഥകൾ പഠിക്കണം. നമ്മൾ കഥകൾ പഠിക്കണം. 2, 7 വയസ്സിന്റെയും 14 വയസ്സിന്റെയും ഇടയിലുള്ള മക്കളുള്ള ഉമ്മമാരെ, നിങ്ങളുടെ കുട്ടികളുടെ കൂട്ടുകാരെ കുറിച്ച് കൃത്യമായ ധാരണ നിങ്ങൾക്ക് വേണം. 14 വയസ്സിന്റെയും 21 വയസ്സിന്റെയും ഇടയിലുള്ള മക്കളുള്ള ഉപ്പമാരെ, ആ മക്കളെ നിങ്ങൾ കൂട്ടുകാരാക്കണം. ആ മക്കളായിരിക്കണം നിങ്ങളുടെ കൂട്ടുകാർ. എവിടെ പോയാലും നിങ്ങൾ കൂടെ കൂട്ടണം. കൂട്ടുകാരെ പോലെ ആ മക്കളോട് സംസാരിക്കൂ. തോളിൽ കൈയിട്ട് സംസാരിക്കൂ. ചേർത്തു പിടിക്കൂ ആ മക്കളെ. ഉമ്മമാരെ, ആ മക്കളെ അണച്ചു കൂട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ട് പറയൂ, മോനെ, എന്റെ കുട്ടി ബെടക്കാവല്ല, എന്റെ കുട്ടി ബെടക്കാവല്ല. ഞാൻ ഖബറിൽ കിടക്കുമ്പോ എന്റെ തലയ്ക്കും ഭാഗത്ത് വന്ന് സലാം പറയേണ്ട മോനല്ലേ ഈ, എന്റെ കുട്ടി ബെടക്കാവല്ല. പറഞ്ഞു നോക്കൂ നിങ്ങൾ. എവിടെ പോയി നമ്മുടെ ഈ മൂല്യങ്ങൾ? എവിടെ പോയി? നാം ഇത് ആലോചിക്കണ്ടേ? ഇൻഷാ അല്ലാഹ് തുടർന്നും നമുക്ക് ഈ വിഷയവുമായി സംബന്ധിച്ച് കൃത്യമായി നമുക്ക് പറയാൻ ധാരാളമുണ്ട്, അറിയാൻ ധാരാളമുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്നും പ്രതീക്ഷിക്കുക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.